വചനം 26. കല്ലാ, വേണ്ട, അങ്ങനെയല്ല. ഇദാ ബലഗതി, അത് എത്തിയാൽ, അത്തറാഖിയ, തോളലിങ്കൽ, വളയനെല്ലുകളിൽ. കല്ലാ ഇദാ ബലഗതിത്തറാഖി, വേണ്ട, അത് പ്രാണൻ തോളലിങ്കൽ അഥവാ തൊണ്ടക്കുഴിയിൽ എത്തിയാൽ. വചനം 27. വാക്കർത്ഥം. വഖീല, പറയപ്പെടുകയും, മൻ, ആരുണ്ട്, ആരാണ്, റാഖ്, മന്ത്രം നടത്തുന്നവൻ, വൈദ്യക്കാരൻ. വഖീല മൻ റാഖ്, ആരുണ്ട് മന്ത്രം നടത്തുന്നവൻ എന്ന് പറയപ്പെടുകയും. വചനം 28. വാക്കർത്ഥം. വദന്ന, അവൻ ധരിക്കുകയും അഥവാ ഉറപ്പിക്കുകയും, അന്നഹുൽ ഫിറാഖ്, അത് വേർപാടാണെന്ന്. വദന്ന അന്നഹുൽ ഫിറാഖ്, അവൻ അഥവാ മരണം ആസന്നമായവൻ അത് തൻ്റെ വേർപാടാണെന്ന് ഉറപ്പായി ധരിക്കുകയും. വചനം 29. വാക്കർത്ഥം. വൽതഫത്തി, കൂടിപ്പിണയുകയും പറ്റിച്ചേരുകയും, അസ്സാഖ്, കണങ്കാൽ, ബിസ്സാഖ്, കണങ്കാലോട്. വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, കണങ്കാൽ കണങ്കാലോട് കൂടിപ്പിണയുകയും ചെയ്താൽ. വചനം 30. വാക്കർത്ഥം. ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്കാണ്, യൗമ ഇദിൻ, അന്ന്, അൽ മസാഖ്, തെളിക്കൽ അഥവാ കൊണ്ടുപോകൽ. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്ന് നിന്റെ റബ്ബിങ്കലേക്കായിരിക്കും അവനെ കൊണ്ടുപോകുന്നത്. 26 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഈ രംഗം അധികമൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല. അല്പമൊന്ന് ആലോചിക്കുന്ന ഏവനും അതിൻ്റെ ഗൗരവം ഏറെക്കുറെ ഊഹിക്കാവുന്നതാണ്. ഏതൊരുവനും നിസ്സഹായകനായി മുട്ടുകുത്തുന്ന രംഗമത്രേ അത്. അതെ, ഈ ലോകവുമായി എന്നേക്കും വിടവാങ്ങുകയും വിഭാവനകൾക്കതീതമായ പരലോക ജീവിതവുമായി കണ്ടുമുട്ടുകയും ചെയ്യുന്ന രംഗം.